കെ.പി. ഗണേഷ് കുമാറിന്റെ വിഷയം ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ അറിയിച്ചത് ഇനി സമൂഹ മാധ്യമങ്ങളിലൊന്നും ഇതിനെക്കുറിച്ച് ചർച്ച വേണ്ട, അത് അവരുടെ കുടുംബ പ്രശ്നമാണ്, അവസാനിച്ചുവെന്ന്. പക്ഷെ അതങ്ങനെ കുടുംബ പ്രശ്നമായി ഒതുക്കാവുന്ന ഒരു കാര്യമാണോ? ഇപ്പോൾ സിനിമാ നടൻ ഗണേഷ് കുമാറിന്റെ വിഷയത്തിലാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യ പറയുന്നത് ശരിയാണ്, അത് നമ്മൾ ബോധറേണ്ട കാര്യമില്ല, അവരുടെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വിഷയം, അതിനി എത്രത്തോളം അവർ ഇൻസൾട്ടഡ് ആയതായാലും ശരി, എത്ര ആഴത്തിലുള്ളതായാലും ശരി, അവർക്ക് തീർക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇത് അങ്ങനെയല്ല, അദ്ദേഹം ഇവിടുത്തെ മന്ത്രിയാണ്. അപ്പോൾ അതങ്ങനെ നിങ്ങൾ തമ്മിൽ ഒതുക്കിയാൽ തീരുന്നതല്ല, അതിന് വേറെ നിയമവശങ്ങളുണ്ട്. ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിട്ടും മുഖ്യമന്ത്രി ഒരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. ഇത് വ്യക്തിപരമായ ഒരു കാര്യമോ കുടുംബകാര്യമോ മാത്രം നമുക്ക് അതിനെ കുറച്ച് കാണാൻ കഴിയില്ല. കാരണം ഇതിനകത്ത് ഗാർഹിക പീഡനം ഉൾപ്പെടെ, യുവതിയെ മർദ്ദിക്കൽ ഉൾപ്പെടെ ഉള്ള ധാരാളം കാര്യങ്ങൾ ഇതിനകത്ത് ഇൻവോൾവ് ആണ്. അപ്പൊ ആ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ ഇക്കാര്യം പെട്ടിട്ടും 48 മണിക്കൂർ കഴിഞ്ഞിട്ടും ഇതിലൊന്നും ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല. ഇപ്പൊ ഞങ്ങളെല്ലാം ഒത്തുതീർപ്പായി എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയുമോ? കേരളത്തിന്റെ ഒരു മന്ത്രിയല്ലേ, നിങ്ങൾക്ക് ധാർമ്മികമായ നിലപാടുകൾ സ്വീകരിക്കാൻ ബാധ്യസ്ഥനായ മുഖ്യമന്ത്രി, നിയമപരമായ നടപടികൾ സ്വീകരിക്കാൻ ബാധ്യസ്ഥനായ മുഖ്യമന്ത്രി ഇത്തരം ഒരു നിലപാട് സ്വീകരിക്കുന്നത് തികച്ചും അധാർമികവും നിയമവിരുദ്ധവുമായ കാര്യമാണ്. അതാണ് നമുക്ക് അറിയേണ്ടതായിട്ടുള്ളത്. അല്ലാണ്ട് അവർ തമ്മിൽ സംസാരിച്ച് ഞങ്ങൾ പ്രശ്നം തീർത്തു എന്ന് പറയുന്നത് കൊണ്ട് തീരുന്ന ഒരു കാര്യമല്ല ഇത്. അതുകൊണ്ടാണ് ഞങ്ങൾ മന്ത്രിയുടെ രാജി നേരത്തെ ആവശ്യപ്പെട്ടത്. ഇപ്പോഴും ഞങ്ങൾ അതിൽ ഉറച്ചു നിൽക്കുന്നു. മന്ത്രി രാജിവെക്കുകയാണ് വേണ്ടത്. ഈ കാര്യത്തിൽ മുഖ്യമന്ത്രി ഒളിച്ചുകളി അവസാനിപ്പിക്കണം.